ഇങ്ങോട്ട് വന്നേ കണ്ടോ? നിങ്ങൾക്ക് യൂണിഫോം ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ചാൽ എന്താ? എല്ലാ സ്കൂളുകളിലും കന്യാസ്ത്രീകളല്ല പ്രിൻസിപ്പൽ. ചില സ്ഥലങ്ങളിൽ പള്ളിയിലച്ചന്മാരാ. അങ്ങനെയാണ് അവിടെ പഠിക്കാൻ വരുന്ന ആൺകുട്ടികൾ ലോഹ ഇട്ടുകൊണ്ട് വന്നിരിക്കാൻ വേണ്ടിട്ട് സമ്മതിക്കാം പറ്റുമോ? ഏത് നേരം ഏത് വിഷയത്തിലും മതം കുത്തിത്തിരുകാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഒരു സെക്കൻഡ് ശ്രീ അബ്ദുള്ള, ഞാൻ സംസാരിച്ചോട്ടെ. ശ്രീ അബ്ദുള്ള, പോലീസുകാരൻ വേറെ തൊപ്പി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കും തൊപ്പി വെക്കണം എന്ന് പറയുന്ന ആ ഒരു ഇക്വലൻസ് ഇത് എവിടുത്തെ ന്യായമാണ്? നിങ്ങൾ ഏത് കോതാഴത്തുനിന്ന് വരുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ആദ്യം ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്. എന്തിന്റെ കഴപ്പാണ് നിങ്ങൾക്കെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹിജാബിന്റെ പ്രശ്നം, അതിപ്പോ ഹിജാബ് ഇട്ടാൽ എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളോട് തിരിച്ച് ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് യൂണിഫോം ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ചാൽ എന്താ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു ലോ ഇവിടെ ഉണ്ടെങ്കിൽ അതനുസരിക്കണം. നിങ്ങൾ എന്തിനാണ് ഈ ലോ ലെസ്നെസ്സിന് വേണ്ടിയിട്ട് വാദിക്കുന്നവരായിട്ട് മാറുന്നത്? എന്തിനാണ് അത്തരത്തിലൊരു ചീത്തപ്പേര് ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും വെച്ചു കൊടുക്കുന്ന രീതിയിൽ ഇതേപോലൊരു ജിഹാദ് ഇത്തരം നിങ്ങൾ പുറത്തെടുക്കുന്നത് എന്തിനാണ്? ഇതാണ് ഞാൻ തിരിച്ചു ചോദിക്കുക. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഒരു നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ്. അത് ഏത് നിയമം ആയിക്കോട്ടെ, അത് രാജ്യത്തിന്റെ നിയമങ്ങളാണ്, സെക്യുലർ നിയമങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കണം. ഇത് പാകിസ്ഥാനൊന്നുമല്ലല്ലോ, ഇന്ത്യയല്ലേ? ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ റിലീജിയൻ, അത് ഇസ്ലാമ മുസ്ലിമ എന്ത് കുന്ത്രാണ്ടായാലും ശരി, അത് നിങ്ങൾ പാലിച്ചിരിക്കണം. ആ കാര്യത്തിൽ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഇതേപോലെ പിന്നോട്ട് വലിപ്പിക്കുന്ന കാര്യത്തിൽ ഇതുപോലുള്ള മത നേതാക്കൾക്ക് വലിയ പങ്കുണ്ട്. ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോണ നാടാണിത്. ഇവനെ പോലത്തെ ഞരമ്പ് രോഗികൾ അത് ഇല്ലാണ്ടാക്കും. ഇനി നിങ്ങൾ ഇവിടെ പറയുമ്പോ എന്താണ് ഇത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ആദ്യം ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? അത് നമ്മൾ തന്നെ, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയത്. ഇവിടെ ഒരു യൂണിഫോം ഉണ്ടായിരിക്കെ അതിനെ നിങ്ങൾ അനുവദിക്കാതെ, അത് നിങ്ങൾ അവിടെ പാലിക്കാതെ നിങ്ങളുടെ സ്വന്തം മതത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതേപോലെ കുത്തി നിറയ്ക്കുന്ന പരിപാടി അതാദ്യം നിർത്തൂ. അതാണ് ഇതിൽ ആദ്യത്തെ കുത്തിത്തിരിപ്പ്. എന്തിനാ പരിപാടിക്ക് ഇറങ്ങുന്നത്? ഇപ്പൊ എന്നിട്ട് ഞങ്ങള് യൂണിഫോം ഒക്കെ പാലിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ മൂക്കിട്ട് വരയ്ക്കേണ്ട ഒരു ഗതികേട് വന്നില്ലേ? എന്തിനാ ഇതിന് നിൽക്കുന്നത്? ബാക്കിയുള്ള മുസ്ലിങ്ങളെയും കൂടിയല്ലേ നിങ്ങൾ ഈ പറയിപ്പിക്കുന്നത്? എന്ത് കാര്യത്തിനാണത്? എല്ലിന്റെ ഇടയിൽ വറ്റി കുത്തിയിട്ട് അല്ലാണ്ടെന്താ പറയാ? ഏത് നേരം ഏത് വിഷയത്തിലും മതം കുത്തിത്തിരുകാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നിലയിലേക്ക് നിങ്ങൾ തന്നെയല്ലേ മുസ്ലിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്? ഇനിയെങ്കിലും ആ ഒരു തുറപ്പം പരിപാടി ഒന്ന് നിർത്തൂ, ആ പോക്രിത്തരം ഒന്ന് നിർത്തൂ. ഇതാ ഞാൻ പറയുന്നത്. അപ്പോ ആദ്യം ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്. കുഞ്ഞിലേ ഉള്ള സ്വഭാവം ഇത് ഇവിടെ മാത്രമല്ല, ഇവിടെ കർണാടകയിലെ വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ. അവിടെയും ഈ പണി ഒപ്പിച്ചു തരാം. ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ അവിടെയും ഇതേ പണി ഒപ്പിച്ചത് ഇതേ മുസ്ലിം സംഘടനകളാണ്. എന്തിന്റെ കഴപ്പാണ് നിങ്ങൾക്കെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു. ഇനി ഇതേപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് ഉണ്ടായില്ലേ? ഇവിടെ മധ്യപ്രദേശില് ഇതേപോലെ ഒരു സ്കൂളിനകത്ത് കൊണ്ടുവന്നിട്ട് ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളെ കൊണ്ട് ഹിജാബ് ഇടിപ്പിക്കുന്നു. എന്തിന്റെ കേടാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ആകാശത്തേക്കോടെ പോണ റോക്കറ്റ് തോട്ടിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാന്ന് കേട്ടണ്ട. ഇതാണ് ഐറ്റം. അപ്പൊ നിങ്ങൾക്ക് ഏത് മേഖലയിലും ഇതേപോലെ ഈ വേഷം, ഈ ഇസ്ലാം ഇതിങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാക്കി മാറ്റുന്നു. വസ്ത്ര സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ മതസ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വകുപ്പുകൾ നിങ്ങൾക്ക് മതം കുത്തിത്തിരിക്കാനുള്ള കുറുക്ക് വഴികളായിട്ട് നിങ്ങൾ ഇവിടെ മാറ്റുന്നു. പുതിയ ടെക്നിക്കാ എന്നതാണ് എനിക്കൊക്കെ ഉള്ള പരാതി. അത് ഇനിങ്ങൾ തിരിച്ചറിയാം. ഈ സാധനം നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്താം. ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ഇതാണ് വേണ്ടത്. അവസാനമായിട്ട് ഒരു കാര്യം, ഇവിടെ കന്യാസ്ത്രീ തലയിലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇവർക്ക് ഇട്ടാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് തരം ഇക്വലൻസ് ആണ് അവിടെ കൊണ്ടുവന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. കന്യാസ്ത്രീ എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ, അവർ ചൂസ് ചെയ്ത ഒരു പ്രൊഫഷൻ, അവരുടെ മറ്റെന്തോ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടുള്ള യൂണിഫോം ആണ് അവർ ധരിക്കുന്നത്. ആ യൂണിഫോം ധരിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. ഇവിടെ കുട്ടികൾക്ക് മറ്റൊരു യൂണിഫോം ആണുള്ളത്, അത് അവര് പാലിക്കണം. അത് എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അപ്പൊ ഒരു യൂണിഫോം ഇവിടെ ഉണ്ട്, പോലീസുകാരൻ വേറെ തൊപ്പി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കും തൊപ്പി വെക്കണം എന്ന് പറയുന്ന ആ ഒരു ഇക്വലൻസ് ഇത് എവിടുത്തെ ന്യായമാണ്? നിങ്ങൾ ഏത് കോത്താഴത്തുനിന്നാണ് വരുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇതൊക്കെ ഇറക്കി വെച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന ആ പരിപാടിയൊന്നും ഇനി ചെലവാവില്ല എന്റെ പൊന്ന അബ്ദുള്ള. അപ്പൊ അതുകൊണ്ട് ഇത്രേ പറയാനുള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ ഈ തുറപ്പം പണി നിർത്താം. സാധാരണ മുസ്ലിങ്ങൾ ഇതേപോലെ മതം തിന്ന് ജീവിക്കുന്നവരാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പരിപാടിക്ക് നിങ്ങൾ അവസാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനോ? അതിനിത്തിരി പുളിക്കും. അതെ, ശ്രീജിത്ത് നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീയോ അബ്ദുള്ള പറഞ്ഞ അതാണ്. അതായത് അവിടുത്തെ പ്രിൻസിപ്പാളിനും അധ്യാപകർക്കും ശിരോവസ്ത്രം ധരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ഹിജാബ് ധരിച്ചുകൂടാ എന്ന്. എന്തൊരു ബുദ്ധിയാണ് നിനക്ക്. മാത്രമല്ല ഒരു കാര്യം കൂടി, അതായത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഈ ഹിജാബ് മതപരമായ അനിവാര്യതയാണോ എന്ന്.
അദ്ദേഹം പറയുന്നു മതപരമായ അനിവാര്യതയാണ് ഹിജാബ് എന്നാണ്. ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. ശ്രീയോ അബ്ദുള്ള അല്ലേ, അദ്ദേഹത്തിന്റെ ഒരു വാദത്തിൽ നിന്ന് മാറാറില്ല. അദ്ദേഹത്തിന്റെ എല്ലാ വാദങ്ങളിലും എല്ലാ കാലവും അതിശക്തമായിട്ട് ഉറച്ചു നിൽക്കുന്നതാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് വലിയ ഇഷ്ടവുമാണ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് wait ചെയ്യ്. ആയിക്കോട്ടെ ഞാൻ എന്റെ ഭാഗം ഒന്ന് ഞാൻ വായിച്ച് പറഞ്ഞു തരാം. ഒരു സൽക്കർമ്മം മാത്രമേ ഉള്ളൂ. ഖുറാന്റെ തർജ്ജമക്ക് നമ്മൾ ഒരാളെ ഇവിടെ ഇപ്പുറത്തെ ഇരുത്തിയിട്ടുണ്ട്, ആരിഫ് ഹുസൈൻ. ഒരു സെക്കൻഡ് ശ്രീ അബ്ദുള്ള, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. പറയട്ടെ ശ്രീ അബ്ദുള്ള, എന്തിനാടോ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? ശ്രീ അബ്ദുള്ള ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കാതെ, ഞാനൊന്ന് സംസാരിക്കില്ല. അയ്യോ, ഇത് ആരിഫല്ല. അങ്ങനെയൊക്കെ സ്ഥലജല വിഭ്രമം ഉണ്ടായതാണ്. അല്ല, ആരിഫല്ല, സ്ഥലജല വിഭ്രമത്തിലാണ്. ഞാൻ ശ്രീജിത്ത് പണിക്കരാണ്. ഓ എന്റെ പൊന്നമ്മേ, ചെവി കേൾക്കാൻ പാടില്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് നാമം ജപിച്ചുകൊണ്ടിരുന്നാ പോരെ? എല്ലാ കാര്യവും കൃത്യമായിട്ട് അറിയണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അറിയില്ല. അല്ല, അങ്ങെന്തോ സ്വപ്നം കണ്ടപ്പോ പോലെ തോന്നുന്നുണ്ട്. ആരിഫ് സ്വപ്നത്തിൽ വന്നതല്ല, ശ്രീജിത്ത് പണിക്കർ ലൈവ് ഇരിക്കുകയാണ്. ആരിഫ് സ്വപ്നത്തിൽ വന്നതല്ല. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. സംസാരിക്കുന്നത് ആരിഫായിട്ടാ തോന്നുന്നത്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഞാൻ ഖുർആൻ പറഞ്ഞുതരാം. ഒറ്റപ്പെട വെച്ച് തന്നേണ്ടല്ലോ, എന്റെ അപ്പന്റെ പ്രായമുണ്ട്. എന്റെ പൊന്നെ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഞാൻ വന്നിട്ട് അങ്ങയുടെ മദ്രസയിൽ പഠിക്കാൻ അനുവദിക്കുമെങ്കിൽ പ്ലീസ് ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. ചോദ്യത്തിനൊന്ന് മറുപടി പറയട്ടെ അദ്ദേഹം. ഈ അരവട്ടന്മാരൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത്? ഒരു കന്യാസ്ത്രീ ആണെങ്കിൽ അവർ ശിരോവസ്ത്രം വെച്ചിട്ട് സെയിന്റ് ജോസഫിൽ പഠിപ്പിക്കണം എന്ന് പറയുന്നതിന്റെ ന്യായം എന്താ? ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ തന്നെ ക്രിസ്ത്യാനിറ്റി ഉണ്ടെന്നേ. ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. അപ്പൊ അത് അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ 30 അനുസരിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന മതസ്വാതന്ത്ര്യമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ഞാൻ നേരത്തെ കോട്ട് ചെയ്തപ്പോൾ താങ്കൾ കേട്ടിട്ടുണ്ടാകും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും അവിടുത്തെ നിയമങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുകയും. ഇനി താങ്കൾ പറയുന്നത് അനുസരിച്ച് ശരി, കന്യാസ്ത്രീമാർ അവിടെ അധ്യാപികരായിട്ടുണ്ട്, പ്രധാന അധ്യാപികയാണ്, അവർ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ശരി, പെൺകുട്ടികൾക്കും ശിരോവസ്ത്രം ധരിക്കാം, ഞാൻ അതങ്ങ് സമ്മതിക്കുക. പക്ഷെ വേറൊരു കാര്യം താങ്കൾ അംഗീകരിച്ചു തരണം. കാരണം എല്ലാ സ്കൂളുകളിലും കന്യാസ്ത്രീകളല്ല പ്രിൻസിപ്പൽ, ചില സ്ഥലങ്ങളിൽ പള്ളിയിലച്ചന്മാരാ. അങ്ങനെയാണ് അവിടെ പഠിക്കാൻ വരുന്ന ആൺകുട്ടികൾ ലോഹ ഇട്ടുകൊണ്ട് വന്നിരിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാൻ പറ്റുമോ? ശ്രീ അബ്ദുള്ളയുടെ അഭിപ്രായം അതാണോ അല്ലയോ എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലത്തെ സ്വാതന്ത്ര്യം വേണ്ടേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യരുത്. ഒരു കോടതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ജഡ്ജിനും വക്കീലിനും യൂണിഫോം ഉണ്ട് എന്ന് പറഞ്ഞ് ബെഞ്ച് ക്ലാർക്കിന് യൂണിഫോം വേണം, ബെഞ്ച് ക്ലാർക്കിന് യൂണിഫോം ഉണ്ടെങ്കിലേ ജഡ്ജി യൂണിഫോം ഇടുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പറ്റൂ.